ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കൊഞ്ച് ബിരിയാണിയാണ്. അപ്പം കൊഞ്ച് വാങ്ങിച്ചപ്പോഴത്തേക്ക് ബിരിയാണി വെക്കാമെന്നൊരു പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് വെച്ചത്. അപ്പം ആദ്യം ബിരിയാണി അരി എടുത്ത് കൈമയുടെ അരിയാണ് വാങ്ങിച്ചത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്നലെ കൊഞ്ചെടുത്ത് വെച്ചിട്ട് അതിൽ മസാലകളെല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നു. അതിന് ശേഷം നമുക്ക് ചോറിന് മീതപ്പുറത്തിടാനായിട്ട് സവാള നേരത്തെ തന്നെ ഒന്ന് മൂത്ത് വെച്ചിരിക്കാമെന്ന് കരുതിയിട്ട് എണ്ണ നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷം സവാള ഇട്ടു. ചെറിയ രീതിയിൽ അരിഞ്ഞ സവാളയാണ്. അപ്പോൾ സവാള നന്നായിട്ട് അരിഞ്ഞ് അതിനെ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തു. ശകലം ഒന്ന് മൂത്ത് പോയി. പിന്നെ അതിനുശേഷം മുന്തിരിയും അതുപോലെ തന്നെ നമ്മളതിൽ കാഷ്നട്ട് ഇല്ലായിരുന്നു. അപ്പം അതിന് പകരം ബദാമാണ് എടുത്തത്. അതും നല്ല രീതിയിൽ മുരിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന നമ്മുടെ കൊഞ്ച് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. നല്ല രീതിയിൽ ഫ്രൈ ആവേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് വെന്ത് ഒന്ന് മുരിഞ്ഞൊരു രൂപത്തിൽ കിട്ടിയാൽ മതി. അപ്പം അത് നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി മുരിച്ചെടുത്തു. അതിനുശേഷം കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. കുറച്ചൊന്ന് മുരിഞ്ഞ് വന്ന ഒരു സമയമായപ്പോഴത്തേക്ക് ചെറിയൊരു ബൗളിലോട്ട് മാറ്റി വെച്ചു. ഇതുപോലെ ജസ്റ്റ് രണ്ടാമതും വീണ്ടും ഒന്നും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെയാണ് അങ്ങനെ ചെയ്തത്. അതിന് ശേഷം അതുപോലെ തന്നെ വീണ്ടും ആ എണ്ണയിട്ട് തന്നെ സവാള ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് കുഴഞ്ഞ് നല്ലൊരു രൂപത്തിൽ വരണത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു. അപ്പം ചെറിയൊരു പാകമായിട്ട് വന്നപ്പോഴത്തേക്ക് അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തു. ചെറുതായിട്ടരിഞ്ഞ തക്കാളി, അതും നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്ന സമയത്ത് അതിലോട്ട് മസാലപ്പൊടി, അതായത് മസാലപ്പൊടി ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ വീണ്ടും കുറച്ചൊന്ന് ഫ്ലേവർ കുറഞ്ഞപ്പോഴത്തേക്ക് അതിൽ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. ശേഷം ലാസ്റ്റ് ഒന്ന് മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ശേഷം അതിലോട്ട് നമ്മുടെ കൊഞ്ചിട്ട് കൊടുത്തു. മൂപ്പിച്ച് വെച്ച കൊഞ്ച് എടുത്തിട്ട് കൊടുത്തു. അതിനുശേഷം അതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ശേഷം നമ്മുടെ ബിരിയാണി വെക്കാനുള്ളത് നമ്മുടെ നല്ല വലിയൊരു പാത്രത്തിലായിരുന്നു. ആ ഒരു ചെമ്പിൽ ഡാൽഡ നമുക്ക് ചേർക്കാം, നെയ്യും ചേർക്കാം. നമ്മൾ നെയ്യാണ് എടുത്തത്. നെയ്യിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അതിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ കറുവപ്പട്ട സംഭവം ആ ഒരു പാക്ക് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് വെള്ളവും വീത്തി അരി ഇട്ട് കൊടുത്തു. അപ്പം ഒരു ചരുവം അരിക്ക് 2 ചരുവം വെള്ളമാണ് ഇവിടെ എടുത്തത്. നമുക്ക് ആവശ്യത്തിനായിട്ടുള്ളത് മതി. അതിനുശേഷം ഉപ്പും ഇട്ട് നന്നായിട്ട് ഒന്ന് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വീത്തിയിട്ട് അതിൽ രമ്പ ഇല, അതായത് നമ്മൾ ബിരിയാണിക്ക് നല്ല മണം കിട്ടാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല, നമ്മുടെ ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിരിയാണി നോക്കി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി. അതിനുശേഷം പിന്നീട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കൊഞ്ചിൻ്റെ പേസ്റ്റ്, അതായത് കറി രൂപത്തിൽ തന്നെ അതെടുത്ത്, എനിക്ക് നല്ല മണം കിട്ടാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല, നമ്മുടെ ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിരിയാണി നോക്കി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി. അതിന് ശേഷം പിന്നീട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കൊഞ്ചിൻ്റെ പേസ്റ്റ്, അതായത് കറി രൂപത്തിൽ തന്നെ അതെടുത്ത് അതിൻ്റെ മുകൾ വശത്ത് നന്നായിട്ടൊന്ന് കോരി വെച്ചു. അപ്പം നന്നായിട്ട് അതിനെ ഫുള്ളൊന്ന് കവർ ചെയ്തു. ബിരിയാണി ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തു. ശേഷം അതിലോട്ട് നമ്മൾ മുരിച്ച് വെച്ചിരുന്ന സവാള, അതുപോലെ തന്നെ മുന്തിരി, പിന്നെ പുതിനയില, കുറച്ച് സാധനങ്ങളും കൂടി മുകളിലിട്ട് നന്നായിട്ടൊന്ന് ഇട്ടു. അതിന് ശേഷം വീണ്ടും നമ്മൾ ബിരിയാണി അരി ഇട്ടു. ബിരിയാണി ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് മസാലപ്പൊടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു ഫ്ലേവർ വരാനായിട്ട്. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ഒന്നുകൂടി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാളയും ബദാമും അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്തു. അതിനുശേഷം പുതിനയിലയും കൂടി ഇട്ടു. കരിവേപ്പിലയും ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം ചോറൊന്ന് സെർവ് ചെയ്തു. ആദ്യം കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഇഞ്ചിയും പച്ചമുളകിൻ്റെയും ആ ഒരു കറിക്കൂട്ടിൻ്റെതും അതുപോലെ തന്നെ കൊഞ്ചിൻ്റെ ഒരു പച്ച ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് കൊഞ്ച് ബിരിയാണി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അപ്പം അതുപോലെ തന്നെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.